CPM-ൻ സ്വന്തക്കാക്കും വാരിക്കോരി ധൂർത്തടിക്കാൻ സർക്കാരിന്റെ പണമുണ്ട്. സർക്കാരിന്റെ പണമില്ല. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി. കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കും ചിറയൻകീഴ് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്കും പരിഹാരമുണ്ടാക്കുക, ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ചിറയൻകീഴ് നിയോജക മണ്ഡലം കമ്മിറ്റി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. വലിയകട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞിരുന്നു. തുടർന്ന് സമരക്കാരും പോലീസും തമ്മിൽ നടന്ന സംഘർഷം നേതാക്കൾ ഇടപെട്ടാണ് ശാന്തമാക്കിയത്. ധർണാ സമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ആർക്കെങ്കിലും പേപ്പട്ടിയുടെ കടിയേറ്റാൽ അല്ലെങ്കിൽ തെരുവുനായുടെ കടിയേറ്റാൽ അവന് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അവന് ജീവൻ തിരിച്ചു കിട്ടൂ എന്നുള്ള നിലയിലാണ് ഈ ഹോസ്പിറ്റലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വാക്സിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത്. പേവിഷ വാക്സിൻ എടുത്തിട്ട് പോലും ഏകദേശം 22ഓളം ആളുകൾ, അതിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് കുട്ടികളാണ് എന്നുള്ള ഒരു ദുരന്ത സത്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പേപ്പട്ടി കടിച്ചാൽ അല്ലെങ്കിൽ തെരുവുനാ കടിച്ചാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ ഹോസ്പിറ്റലുകളിൽ ഗുണനിലവാരം കുറഞ്ഞ പേ വാക്സിനുകൾ കൊടുക്കുന്നത് മൂലം 22 ആളുകൾ കേരളത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാൽ കോരാണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ്, നേതാക്കളായ SK സുജി, പുതുക്കരി പ്രസന്നൻ, HP ഹാരിസൺ, AR നിസാർ, മാടൻവിള നൌഷാദ്, ഷൈജു കുറക്കട, അൻസിൽ അൻസാരി, ബേബിയമ്മ, മനു, ജനകലത, ഷൈജു ചന്ദ്രൻ, കിരൺ കൊല്ലമ്പുഴ, നഗരൂർ ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു. വിസ്മയ ന്യൂസ് ചിറയൻകീഴ്.